ഇന്ന് എന്തുവാ പ്രശ്നം? ജീവിത പ്രശ്നമായിട്ട്. അളിയാ, ജീവിത പ്രശ്നമാന്നാ പറയുന്നത്. ജീവിതേ നായ നക്കി, അതിൽ കൂടുതൽ എന്തോ പ്രശ്നം? നീ നക്കിയെന്നാ പറയുന്നേ. കണ്ടോ ഞാൻ എങ്ങനെയായിട്ടാ കൊണ്ട് നടക്കുന്നത്? എന്നിട്ടോ പറയുന്ന കേട്ടോ. അല്ല, ഇപ്പൊ എന്ത് പ്രശ്നം? കാര്യം പറ. കേട്ടാ എനിക്ക് കിൻഡർ ജോയ് മേടിച്ചു തന്നില്ല. നീ എന്താടാ കിൻഡർ ജോയ് മേടിച്ചു കൊടുക്കാഞ്ഞേ? അല്ല, കിൻഡർ ജോയ് മേടിച്ചു കൊടുക്കാഞ്ഞത്? അവക്ക് ഞാൻ 2 മേടിച്ചു കൊടുത്തു. 2 അറിയോ? ചോദിച്ചു നോക്ക്. നിനക്ക് 2 കിൻഡർ ജോയ് മേടിച്ചാ പറഞ്ഞല്ലോ, പിന്നെ എന്താ പ്രശ്നം? ചേട്ടാ 2 മേടിച്ചു തന്നു. ഞാൻ കേളല്ലേ? ആണോ? ചേട്ടാ പറ. അത് പോട്ടെ പോട്ടെ. പോട്ടെ. അവൻ എനിക്ക് പെൺകുഞ്ഞുങ്ങളെ ഇഷ്ടമെന്നറിയാം. എനിക്ക് പോയി മേടിച്ചു തന്നിരിക്കുന്നു. അപ്പൊ എനിക്ക് ആ കൊച്ചല്ലേ ഉണ്ടാവത്തുള്ളു. അങ്ങനെ കാര്യം ഉണ്ടായിരുന്നില്ല ഇതിനകത്ത്. എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതുവരെ. കിൻഡർ ജോയ്ക്കകത്ത് ഇങ്ങനത്തെ പരിപാടി ഞാൻ ചോദിക്കാതെ. നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? എടാ, നീല കിൻഡർ ജോയ് മേടിച്ചു കൊടുത്താലേ അത് ആണുങ്ങൾക്കാ, പിങ്കാ പെണ്ണുങ്ങൾക്ക്. ആൾക്ക് ആൺകുട്ടികളെ ഇഷ്ടം, അല്ല പെൺകുട്ടികളെ ഇഷ്ടം. നീ എന്താ പിങ്ക് മേടിച്ചു കൊടുക്കാഞ്ഞത്? അത് അവള് പറഞ്ഞപ്പോഴല്ലേ നീ അറിഞ്ഞത്. നീ അങ്ങ് ഉണ്ടാക്കിയാൽ മതി. ഒരു കിൻഡർ ജോയുടെ കാര്യമില്ലയോ, അങ്ങ് ക്ഷമിക്കേ. അല്ല, അത് മാത്രല്ല, പിന്നെന്ത് വേറെ? ഇന്നലെ അവൻ എന്നെ ഉത്സവത്തിന് കൊണ്ടുപോയി. അവിടുന്ന് അവൻ എനിക്ക് അതെനിക്ക് മേടിച്ചു തന്നില്ല. ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് പി പി കേൾക്കുന്ന വേണോ. അത് വളരെ വലിയ തെറ്റാ. ഊത്ത് മേടിച്ചു തന്നില്ലെങ്കിൽ ചോദിക്കാം. നീ എന്താ അവൾക്ക് ഒരു ഊത്ത് മേടിച്ചു കൊടുക്കാഞ്ഞത്? പിന്നെ അവൾക്ക് ഞാൻ അതോടെ മേടിച്ചു കൊടുക്കാതെ കുറവുള്ളൂ. എന്നിട്ടാണ് പാതിരാത്രിയിൽ ഊത്ത്, വെളുപ്പിനെ ഊത്ത്, 24 എനിക്ക് ഊത്തിക്കൊണ്ട് നടക്കും. പോയി ഇറങ്ങി ഒരു തെമ്മാടിത്തരം പറയരുത്. പിന്നെ ഊത്തന്നല്ല, പിന്നെ പീതാമ്പരം എന്ന് പറയാൻ പറ്റും. എന്തോ ചെയ്യാൻ ഈ 2 പീറ പിള്ളേരെയും കൂടി എന്നും വഴക്ക്. വിക്കി, നീ ഒരു കാര്യം മനസ്സിലാക്കണോ? നിനക്ക് എന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാരണം എന്താണെന്നറിയാവോ? നിനക്ക് പെണ്ണില്ല. അളിയാ, എടാ നിക്കടാ.